നമസ്കാരം. പ്രധാന വാർത്തകൾ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, കടലിൽ വീണ നെയ്യപ്പം മുക്കുവ പിള്ളേർ മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേർ തട്ടിയെടുത്തു. കൊടുംചൂടിൽ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുന്ന കേരള ജനതയ്ക്ക് ആശ്വാസമായി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി എല്ലാ വീടുകളിലും AC വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. പറ്റില്ല, സംസ്ഥാനമൊന്നാകെ ശീതീകരിക്കണമെന്ന് കേരളം. വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ് തുടങ്ങിയ ആഡംബര വസ്തുക്കളുടെ വില കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക്. തീരുമാനം പിൻവലിക്കണമെന്ന് രാഷ്ട്രീയ കക്ഷികൾ. പ്രതിഷേധ സൂചകമായി നാളെ ഭാരത ബന്ദ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി പാകിസ്ഥാനിലേക്ക് പറന്നു. പക്ഷിക്ക് തീവ്രവാദ ബന്ധമെന്ന് പാകിസ്ഥാൻ. പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും ചേർന്ന വിശാല ഇന്ത്യക്കുള്ള തുടക്കമെന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം ഒരു കാക്ക കൊത്തി കടലിലിട്ടു. പിന്നീട് അത് മുക്കുവ പിള്ളേർ മുങ്ങിയെടുത്തു. തുടർന്ന് തട്ടാ പിള്ളേർ തട്ടിയെടുത്തു. സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കരിഷ്മ ലൈനിലുണ്ട്. ഹലോ കരിഷ്മ, കേൾക്കാമോ? ഹലോ 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 ന്യൂസ്. പറഞ്ഞോളൂ, കേൾക്കാം. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുക്കുവ പിള്ളേർ മുങ്ങിയെടുത്തു, തട്ടാ പിള്ളേർ തട്ടിയെടുത്തു. എന്താണ് അവിടെ നടന്നത്? ന്യൂസേഷ്, ഇന്ന് രാവിലെയാണ് അയ്യപ്പൻ എന്നയാളുടെ അമ്മ നെയ്യപ്പം ചുട്ടത്. തുടർന്ന് ഒരു കാക്ക അത് കൊത്തുകൊണ്ടുപോയി കടലിലിടുകയായിരുന്നു. പിന്നീട് മുക്കുവ പിള്ളേർ മുങ്ങിയെടുക്കുമ്പോൾ തട്ടാ പിള്ളേർ തട്ടിയെടുക്കുകയായിരുന്നു. ന്യൂസേഷ്, ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്? നെയ്യപ്പം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അയ്യപ്പൻ ഇപ്പോൾ അവിടെ ഉണ്ടോ? അയ്യപ്പന്റെ അമ്മയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ? പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? ഒരു ലാത്തി ചാർജിനുള്ള സാധ്യതയുണ്ടോ? ആരൊക്കെയാണ് ഇപ്പോൾ സംഭവ സ്ഥലത്തുള്ളത്? കരീഷ്മ. ന്യൂസേഷ്, ഞാനിപ്പോൾ കടൽക്കരയിലാണ് നിൽക്കുന്നത്. തീരത്ത് വിശ്രമിക്കാനെത്തിയ സഞ്ചാരികളെ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. സത്യത്തിൽ ഭയങ്കരമായ ഒരു സംഭവം നടന്ന ഒരു കടൽക്കരയാണോ ഇതെന്ന് സംശയം തോന്നിപ്പോകും. അത്രയ്ക്കും ശാന്തമാണിവിടം. പോലീസുകാരൊന്നും സ്ഥലത്തെത്തിയിട്ടില്ല. രാവിലെയാണ് അയ്യപ്പൻ എന്നയാളിന്റെ അമ്മ ചുട്ട നെയ്യപ്പം കാക്ക കൊത്തി കടലിലിട്ടത്. കടലിലിട്ട നെയ്യപ്പം മുങ്ങിയെടുത്ത മുക്കുവ പിള്ളേരുടെ കയ്യിൽ നിന്നും തട്ടാ പിള്ളേർ തട്ടിയെടുക്കുകയായിരുന്നു. ന്യൂസേഷ്, അവിടെ കടലിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? കടൽ പ്രക്ഷുബ്ധമാണോ? നെയ്യപ്പത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാനുണ്ടോ? അതുപോലെ തന്നെ അയ്യപ്പന്റെ അമ്മ ആർക്കു വേണ്ടിയാണ് നെയ്യപ്പം ഉണ്ടാക്കിയത്? നെയ്യപ്പം കാക്ക കൊത്തിയതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ കരീഷ്മ? ന്യൂസേഷ്, നെയ്യപ്പം കാക്ക കൊത്തിയ സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്നും ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുമാണ് അയ്യപ്പന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആർക്കു വേണ്ടിയാണ് നെയ്യപ്പം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കടൽ പൊതുവെ ശാന്തമാണ്. നെയ്യപ്പത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇവിടെ കാണാനുമില്ല. ന്യൂസേഷ്, നന്ദി കരീഷ്മ. ലൈനിൽ തന്നെ തുടരുക, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അയ്യപ്പന്റെ സ്വദേശവും തീരപ്രദേശവുമായ വയനാട്ടിലെ മുത്തങ്ങയിൽ നിന്നും ഞങ്ങളോടൊപ്പം ചേരുന്നു. ഹലോ ഷാജഹാൻ. ഹലോ ന്യൂസസ്. ഹലോ ഷാജഹാൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഹലോ ന്യൂസേഷ്, ഞാനിപ്പോൾ അയ്യപ്പന്റെ സ്വദേശമായ വയനാട്ടിലെ തീരപ്രദേശമായ മുത്തങ്ങയിൽ ആൾതാമസമില്ലാത്ത ഒരു വീട്ടിന് മുന്നിലാണുള്ളത്. പരിസരത്തൊന്നും ആരെയും കാണാനില്ല. ഇതുതന്നെയാണ് അയ്യപ്പന്റെ വീടെന്നാണ് നാം കരുതുന്നത്. എന്തായാലും ആരോ ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹം അയ്യപ്പന്റെ അയൽവാസിയാവാനാണ് സാധ്യത. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഹലോ ചേട്ടാ, എന്താണ് ചേട്ടന്റെ പേര്? കുട്ടപ്പൻ. കുട്ടപ്പൻ ചേട്ടൻ, താങ്കളുടെ അയൽവാസിയായ അയ്യപ്പന്റെ അമ്മ ഉണ്ടാക്കിയ നെയ്യപ്പം കാക്ക കൊത്തി കടലിലിട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ ഒരു വലിയ വിവാദമായി മാറുകയാണല്ലോ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതിപ്പോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. എനിക്ക് ഈ മാർബിളിന്റെ പണി. ശ്രീ ഷാജഹാൻ, ഞാൻ ഷാജഹാനിലേക്ക് തിരികെ എത്താം. ഡൽഹി സ്റ്റുഡിയോയിൽ നിന്നും സുരേഷ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ സുരേഷ്. ഹലോ 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 സുരേഷ്. ഹലോ. സോറി, സുരേഷിന് ലൈനിൽ ലഭ്യമാകുന്നില്ല. നമുക്ക് വീണ്ടും ഷാജഹാനിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഹലോ ഷാജഹാൻ, പറയൂ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? അല്ല ചേട്ടാ, തുടർന്നോളൂ.
അതിപ്പോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഷാജഹാൻ, ഞാൻ ഷാജഹാനിലേക്ക് തിരികെ എത്താം. ഡൽഹി സ്റ്റുഡിയോയിൽ നിന്നും സുരേഷ് നമുക്ക് വീണ്ടും ലൈനിൽ ലഭ്യമായിരിക്കുകയാണ്. ഹലോ സുരേഷ്. ഹലോ 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 സുരേഷ്. സോറി, ചില സാങ്കേതിക തകരാറുകൾ കാരണം സുരേഷിനെ ലൈനിൽ തീരെ ലഭ്യമാകുന്നില്ല. നമുക്ക് വീണ്ടും ഷാജഹാനിലേക്ക് തന്നെ തിരികെ പോകാം. ഹലോ ഷാജഹാൻ, പറയൂ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഹലോ ചേട്ടാ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? തുടർന്നോളൂ. കുറെ നേരമല്ലോ ഒരയ്യപ്പനും നെയ്യപ്പനും പറഞ്ഞിട്ട് എന്റെ മെക്കിട്ടുകാരനെ. സോറി ചേട്ടാ, സോറി. അതിപ്പോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. എനിക്ക് ഈ മാർബിളിന്റെ പണിയാണേ. രാവിലെ പണിക്ക് പോയിട്ട് വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. കവലയിൽ ആളുകൾ പറഞ്ഞു കേട്ടതേ എനിക്കറിയത്തുള്ളൂ. അയ്യപ്പന്റെ അമ്മായി ഉണ്ടാക്കിയ ഉണ്ണിയപ്പം പ്രാവ് കൊത്തി കുളത്തിലിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാജഹാൻ, ഹലോ ഷാജഹാൻ, കാര്യങ്ങൾ പിന്നെയും കുഴഞ്ഞു മറിയുകയാണ്. അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം ഒരു കാക്ക കൊത്തി കടലിലിട്ടു, മുക്കുവപ്പിള്ളേർ അത് മുങ്ങിയെടുത്തു, തട്ടാപ്പിള്ളേർ തട്ടിയെടുത്തു. ഇത്രയുമാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. അതിനിടയിൽ അയ്യപ്പന്റെ അമ്മായി, ഉണ്ണിയപ്പം, പ്രാവ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അയ്യപ്പൻ കുട്ടപ്പന്റെ അയൽവാസി തന്നെയല്ലേ? സംഭവത്തിന് ശേഷം അയ്യപ്പനെ കാണാൻ ശ്രമിച്ചോ? എന്താണ് പ്രതികരണം? ചോദിച്ചു നോക്കൂ. കുട്ടപ്പൻ ചേട്ടൻ അയ്യപ്പന്റെ അയൽവാസി തന്നെയല്ലേ? സംഭവത്തിന് ശേഷം ചേട്ടൻ അയ്യപ്പനെ കണ്ടിരുന്നു. എന്താണ് ചേട്ടൻ പറയാനുള്ളത്? അയ്യപ്പൻ ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞു കേട്ടേ ഉള്ളൂ. ഞാനിതുവരെ കണ്ടിട്ടില്ല. കുട്ടപ്പനിലേക്ക് ഞാൻ തിരിച്ചു വരാം. വേണ്ട, ഇനി വരണമെന്നില്ല. എനിക്ക് പണിക്ക് പോകാനുള്ളതാ. നന്ദി ചേട്ടാ, നന്ദി. ഓക്കെ കുട്ടപ്പൻ, നന്ദി. അയ്യപ്പന്റെ അയൽവാസിയായ കുട്ടപ്പൻ ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാനുമായി പങ്കുവച്ച വിവരങ്ങളാണ് നാം ഇതുവരെ കേട്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ തിരക്കിലാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബിജു, ഒപ്പം ഡൽഹി സ്റ്റുഡിയോയിൽ നിന്ന് സുരേഷ് നമ്മോടൊപ്പം ചേരുന്നു. ബിജു, അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ട സംഭവത്തിൽ തലസ്ഥാനത്ത് എന്താണ് പ്രതികരണങ്ങൾ? ന്യൂസേഷ്, അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം ഒരു കാക്ക കുത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. ശ്രീ ബിജു, അങ്ങനെ ഒരു ആവശ്യം യഥാർത്ഥത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടോ? തീർച്ചയായും ന്യൂസേഷ്, അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ മുക്കുവ തട്ടാൻ സമുദായക്കാരെ പ്രശ്നത്തിലേക്ക് അനാവശ്യമായി വലിച്ചെടുക്കുകയാണെന്നും അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം കടലിലേക്ക് സ്വയം വലിച്ചെറിഞ്ഞതാവാനേ വഴിയുള്ളൂ എന്നുമൊക്കെയുള്ള വിവിധ ആരോപണങ്ങളും ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയൊരു അയ്യപ്പനെയോ അമ്മയെയോ ആരും തന്നെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ സംഭവം പൂർണ്ണമായും മാധ്യമ സൃഷ്ടിയാണെന്നുമുള്ള നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ ഹർത്താൽ ആചരിക്കാൻ ഓൾ കേരള നെയ്യപ്പം ആൻഡ് ഉണ്ണിയപ്പം മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ക്യാമറമാൻ ഷൈജുവിനോടൊപ്പം ബിജു. നന്ദി ബിജു. അയ്യപ്പന്റെ അമ്മ ചുട്ട നെയ്യപ്പം കാക്ക കൊത്തിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളുടെ തത്സമയ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്യപ്പം കാക്ക കൊത്തി കടലിലിട്ടു എന്നതായിരുന്നു ആദ്യത്തെ സംഭവം. തുടർന്ന് മുക്കുവപ്പിള്ളേർ അത് മുങ്ങിയെടുത്തതും തട്ടാപ്പിള്ളേർ തട്ടിയെടുത്തതും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. അതേസമയം അയ്യപ്പനെയും അമ്മയും നമുക്ക് നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു പ്രശ്നമാണ്. എന്തായാലും സംഭവത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും സുരേഷ് നമ്മോടൊപ്പം ചേരുന്നു. സുരേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ന്യൂസേഷ്, അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ കത്തിപ്പടരുമ്പോൾ ഡൽഹിയിൽ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ 25 വർഷമായി അയ്യപ്പൻസ് നെയ്യപ്പം എന്ന തട്ടുകട നടത്തുന്ന കൊല്ലം സ്വദേശിയായ മറ്റൊരു അയ്യപ്പനെ നമുക്ക് പരിചയപ്പെടാം. തന്റെ അമ്മയിൽ നിന്നാണ് നെയ്യപ്പം ഉണ്ടാക്കാൻ പഠിച്ചതെന്നാണ് ഈ അയ്യപ്പനും പറയുന്നത്. നമുക്ക് അയ്യപ്പനോട് തന്നെ ചോദിക്കാം. മിസ്റ്റർ അയ്യപ്പൻ, എന്താണ് നെയ്യപ്പ നിർമ്മാണത്തിലേക്ക് തിരിയാൻ കാരണം? അത് പിന്നെ നെയ്യപ്പം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നെയ്യപ്പം തിന്നാലേ 2 ഗുണമാണുള്ളത്. ഒന്ന്, പിന്നെ ഉണ്ണിയപ്പം തിന്നണോ വേണ്ട. പിന്നെ ആണെങ്കിലേ തലേ തേക്കാ വേറെ എണ്ണയും വേണ്ട. ഇതൊക്കെ തന്നെയാണ് ഞാൻ അതിലേക്ക് തിരിയാൻ കാരണം. അയ്യപ്പന്റെ അമ്മയും നെയ്യപ്പം ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എപ്പോഴെങ്കിലും ഇങ്ങനെ നെയ്യപ്പം കാക്ക കൊത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കാക്കേ നെയ്യപ്പം കൊത്തേ
കാക്ക മാത്രമല്ല, കുയില്, മയില്, ഒട്ടകം, നീർനായ തുടങ്ങി കരടി അടക്കം ഒരു പക്ഷിയും നെയ്യപ്പം കൊത്തിക്കൊണ്ടുപോയതായി ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളെ എനിക്ക് മനസ്സിലാവണില്ല. നന്ദി സുരേഷ്. ഒപ്പം അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുക്കുവ പിള്ളേർ മുങ്ങിയെടുത്തു, പക്ഷെ അത് തട്ടാപ്പിള്ളേർ തട്ടിയെടുക്കുകയായിരുന്നു. കൊച്ചി സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നു പ്രമുഖ കടൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ACP അയ്യർ. നമസ്കാരം ഡോക്ടർ അയ്യർ. നെയ്യപ്പം കടലിൽ വീണാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? Look, this is a case of crow picking the നെയ്യപ്പം and put into the sea. കടലിൽ അനേകം ജീവികളുണ്ട്. പട്ടി, ആന, കാള അങ്ങനെയുള്ള ജീവികൾ സത്യത്തിൽ നാം മനുഷ്യർ കഴിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇവയുടെ ആശയവിനിമയം നാം മനുഷ്യരുടേതുപോലെ അല്ലാത്തതിനാൽ അവ മൈക്രോവേവ് തരംഗങ്ങളായി അന്തരീക്ഷത്തിൽ വലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഈ നെയ്യപ്പം എന്ന് പറയുന്നത് is a mix of carbohydrates, minerals and an amount of ghee. കടൽ വെള്ളത്തിൽ വീഴുന്ന നെയ്യപ്പം ഉടൻ തന്നെ ഹൈഡ്രേഷനു വിധേയമായി ആറ്റം ലെവൽ മൾട്ടിപ്ലൈ ചെയ്തു ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സയന്റിഫിക്കായ ഒരു കാഴ്ചപ്പാടിൽ കടലിൽ വീണ നെയ്യപ്പം മുക്കുവപ്പിള്ളാർ മുങ്ങിയെടുത്തു എന്ന് പറയുന്നത് തികച്ചും അസംഭവ്യമാണ്. ദാറ്റ് വി cannot be proved. നന്ദി ഡോക്ടർ അയ്യർ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ട സംഭവത്തിന്റെ ഇതുവരെയുള്ള വിവരങ്ങൾ ഇപ്രകാരമാണ്. രാവിലെ 9 മണിക്ക് അയ്യപ്പന്റെ അമ്മ തന്റെ വീട്ടിൽ നെയ്യപ്പം ചുടുന്നു. 9:05 മരക്കൊമ്പിലിരിക്കുന്ന കാക്ക നെയ്യപ്പം ലക്ഷ്യമാക്കി പറക്കുന്നു. 9:06 കാക്ക നെയ്യപ്പം കൊത്തി പറക്കുന്നു. 9:07 കടലിന് മുകളിലെത്തിയ കാക്ക നെയ്യപ്പം താഴേക്കിടുന്നു. തുടർന്ന് നടന്ന കാര്യങ്ങളിൽ അവ്യക്തതയും വിവാദങ്ങളും തുടരുകയാണ്. ആർക്കു വേണ്ടിയാണ് അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടത്? എത്ര നെയ്യപ്പം ചുട്ടു? നെയ്യപ്പം കൊത്തി എന്ന് പറയുന്ന കാക്കയും അയ്യപ്പന്റെ അമ്മയും തമ്മിൽ എന്താണ് ബന്ധം? തുടങ്ങി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ വലിയൊരു നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് നമ്മുടെ വിദഗ്ധ പാനൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. രാത്രി 10 മണിക്ക് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ സംഭവത്തെ പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. SMS ചെയ്യേണ്ട ഫോർമാറ്റ് അയ്യപ്പൻ സ്പേസ് നെയ്യപ്പം അല്ലെങ്കിൽ നെയ്യപ്പം സ്പേസ് അയ്യപ്പൻ. നമസ്കാരം.